എല്ലാവർക്കും അൽഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ പ്രോബ്ലംസ് ഓൺ ഏജസിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് നല്ല രണ്ട് പാർട്ടുകളായിരുന്നു. പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ പാർട്ട് കുറെ അധികം പരീക്ഷകൾക്ക് റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാത്ത കുറെ നല്ല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വയസ്സുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓൺ ഏജസിന്റെ മൂന്നാം ഭാഗം. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. ഇവരുടെ വയസ്സിന്റെ തുക 60 ആയാൽ മകന്റെ വയസ്സ് എത്ര എന്ന്. അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ അവരുടെ വയസ്സിന്റെ തുക എന്ന് പറഞ്ഞെങ്കിൽ എത്ര തന്നിട്ടുണ്ട്? 60 ആണെങ്കിൽ മകന്റെ വയസ്സ് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏറെക്കുറെ ഇതേപോലത്തെ ചോദ്യങ്ങൾ ചെയ്തത് തന്നെയാണ്. അപ്പൊ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. അച്ഛനും മകനുമാണ് നമ്മുടെ ചോദ്യത്തിലെ കഥാപാത്രങ്ങൾ. അച്ഛനും ഉണ്ട്, മകനും ഉണ്ട്, ഫാദറും ഉണ്ട്, സണ്ണും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മകൻ 1 വയസ്സുണ്ടെങ്കിൽ അച്ഛൻ എത്ര വയസ്സാണ്? അല്ലെങ്കിൽ 4. അപ്പൊ ഒന്നും കൂടെ, മകൻ 1 ആണെങ്കിൽ അച്ഛൻ 4, മകൻ 1 ആണെങ്കിൽ അച്ഛൻ 4. പിടികിട്ടില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ്. അപ്പൊ മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 4 മടങ്ങായിരിക്കും. 4 മടങ്ങായിരിക്കും. സിമ്പിൾ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 4:1 ആണ്. വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 4:1 ആണ്. ഇനി വേറെ എന്തോ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ വയസ്സുകളുടെ തുക എത്ര തന്നിട്ടുണ്ട്? 60 ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആരുടെയാ? മകന്റെ വയസ്സ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. മകന്റെ വയസ്സ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോ രണ്ടുപേരുടെയും കൂടെ വയസ്സ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. 60 രൂപ. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 60 ആണ്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 60. നമുക്ക് കണ്ടുപിടിക്കേണ്ട മകന്റെ. അപ്പോ മകന്റെ റേഷ്യോ ആയ മകന്റെ റേഷ്യോ ആയ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ. അപ്പൊ ഒന്നും കൂടെ മകന്റെ റേഷ്യോ ആയ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ. 4ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്രാന്ന് കിട്ടും? 5 എന്ന് പറയുന്നത്. കഴിഞ്ഞു. 5ൽ 5 ഒരു പ്രാവശ്യം, 60ൽ 5 12 പ്രാവശ്യം. 12 × 1 നമുക്ക് കിട്ടി. മകന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 12 വയസ്സ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 12 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇവരുടെ അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 4:1 ആണ്. അതായത് അച്ഛന് 4 ഭാഗം ഉണ്ടെങ്കിൽ മകന് 1 ഭാഗം കാണും. ടോട്ടൽ 5 ഭാഗങ്ങളിൽ 1 ഭാഗമാണ് മകന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെച്ചിരിക്കാം. ടോട്ടൽ 60 തന്നിട്ടുണ്ട്. മകന്റെ പ്രായം കാണാൻ മകന്റെ റേഷ്യോ ആയ 1 ഡിവൈഡഡ് ബൈ 4ഉം 5ഉം കൂടെ ടോട്ടൽ റേഷ്യോ 4ഉം 5ഉം കൂടെ കൂട്ടി എത്രാന്ന് എഴുതി? 5 എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ആമിനയുടെ വയസ്സ് ഫാത്തിമയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. ഇവരുടെ വയസ്സിന്റെ തുക 40 ആയാൽ ആമിനയുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, ആമിനയുടെ വയസ്സ് ഫാത്തിമയുടെ വയസ്സിന്റെ 3 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ വയസ്സിന്റെ തുക എത്ര കിട്ടുമെന്ന് രണ്ടുപേരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടപ്പോ 40 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആമിനയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ശരി, സിമ്പിൾ. അപ്പോ നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ആമിനയും ഉണ്ട്, ഫാത്തിമയും ഉണ്ട് അല്ലെ? ആമിനയും ഉണ്ട്, ഫാത്തിമയും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആമിനയുടെ വയസ്സ് ഫാത്തിമയുടെ വയസ്സിന്റെ 3 മടങ്ങ്. അതായത് ഫാത്തിമ 1 ആണെങ്കിൽ ആമിന 3 ആയിരിക്കും. അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് നമുക്ക് പറയാം 3:1 എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ, ആമിനയുടെയും ഫാത്തിമയുടെയും വയസ്സ് അല്ലെങ്കിൽ ആമിനയുടെ വയസ്സ് ഫാത്തിമയുടെ വയസ്സിന്റെ 3 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫാത്തിമ 1 ആണെങ്കിൽ ആമിന 3 ആയിരിക്കും. വേറെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ സംഭവം പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ വയസ്സുകളുടെ തുക, ആമിനയുടെയും ഫാത്തിമയുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40 കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് ആണേ. അപ്പൊ ഒന്നും കൂടെ, ആമിനയുടെയും ഫാത്തിമയുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 40 ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? ആമിനയുടെ വയസ്സ് എത്ര എന്നല്ലേ നമ്മുടെ ചോദ്യം. ആമിനയുടെ വയസ്സ് എത്ര എന്നല്ലേ? അപ്പോ ഇൻഡു ആമിനയുടെ റേഷ്യോ ആയ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ. 3ഉം 1ഉം കൂടെ ചേരുമ്പോൾ എത്രാന്ന് കിട്ടും? 4 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഒന്നും കൂടെ, ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 40 ആണ്. വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 40 ആണ്. നമുക്ക് ആമിനയുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ആമിനയുടെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ടോട്ടലായ 40 ഇൻറ്റു ആമിനയുടെ വയസ്സ് അല്ലെങ്കിൽ ആമിനയുടെ റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഈ 3 1 കൂടെ ചേർത്ത് 4 കൂട്ടിയാൽ കഴിഞ്ഞു. 4ൽ 4 ഒരു പ്രാവശ്യം,
40 4 10 പ്രാവശ്യമുണ്ട്. 10 × 3 കിട്ടി. നമ്മുടെ ആൻസർ 30. അതായത് ആമിനയുടെ വയസ്സ് എത്രാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 30 എന്ന് പറയാൻ പറ്റും. 30 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിന്റെ റേഷ്യോ വെച്ച്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റേഷ്യോന്റെ പ്രൊപ്പോർഷനിൽ ഒരു ടോട്ടൽ തന്നിരുന്നാൽ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:3 എന്ന് പറയുന്നത്. വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. അവരുടെ വയസ്സുകളുടെ തുക 96 ആയാൽ ബിയുടെ വയസ്സ് എത്ര എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:3 ആണ്. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. അവരുടെ വയസ്സുകളുടെ തുക 96 ആയാൽ ബിയുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ഇവിടെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:3 തന്നിട്ടുണ്ട്. അപ്പോ എ ഉണ്ട്, ബി ഉണ്ട്, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3 എന്ന് പറഞ്ഞിട്ടുണ്ട്. വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. ഇനി രണ്ടുപേരുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 96 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എത്രയാണ്? 96 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ബിയുടെ വയസ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നമുക്കറിയാം 96 ആണ്. അപ്പോ ബിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ബിയുടെ റേഷ്യോ ആയ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ 5ഉം 3ഉം കൂടെ ചേർത്ത് 8 എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടലി രണ്ടുപേരുടെയും കൂടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 96 ആണ്. ഇനി ബിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ബിയുടെ റേഷ്യോ ആയ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ 3. 8 നമുക്ക് കിട്ടാൻ പറ്റും. 8ൽ 8 ഒരു പ്രാവശ്യം, 9ൽ 8 ഒരു പ്രാവശ്യം, ബാക്കി ഒന്നുണ്ടല്ലോ ഇവിടെ. 16ൽ 8 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 12 × 3 നമുക്ക് കിട്ടി 36. നമ്മുടെ ആൻസർ ബിയുടെ വയസ്സ് എത്രാന്ന് ചോദിച്ചാൽ അത് 36 വയസ്സാണ്. 36 വയസ്സാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദിച്ചു. ഓക്കെ, അപ്പോ ഇനി ഞാൻ 1-2 ചെറിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നന്നായിട്ട് നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എളുപ്പത്തിലെന്നല്ല, ആ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ എക്സാമ്പിൾ തന്നെ പറയാം. എന്റെ പ്രായം എന്റെ പേര് ഞാൻ അരൂപ് എന്ന് പറയും. എന്റെ പ്രായത്തിന് ഞാൻ 30 എന്ന് പറയും. ഓക്കെയാണ്. എന്റെ വൈഫിന്റെ പ്രായം ഞാൻ 25 എന്ന് പറയും. ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ, ഞാൻ എന്റെ പ്രായത്തിന് എന്റെ ഇപ്പോഴത്തെ പ്രായം 30 അല്ല, 30 ആണെന്ന് വെച്ചു കുറച്ച് വർഷത്തിന് മുമ്പ്. അപ്പൊ ഒന്നും കൂടെ, എന്റെ പ്രായം ഞാൻ 30 എന്ന് പറഞ്ഞെടുത്തു. എന്റെ വൈഫിന്റെ പ്രായം 25 എന്നും പറഞ്ഞെടുത്തു. ആണേ? ഓക്കെയാണ്. അപ്പോ 5 വർഷത്തിന് മുമ്പേ എന്റെ പ്രായം എത്രയായിരിക്കും? 5 വർഷത്തിന് മുമ്പേ എന്റെ പ്രായം എത്രയായിരിക്കും? 25 വയസ്സ്. 5 വയസ്സിന് മുമ്പ് എന്റെ വൈഫിന്റെ പ്രായം എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, 5 വർഷത്തിന് മുമ്പേ ഞാൻ ബിഫോർ 5 ഇയേഴ്സ് ബിഫോർ 5 ഇയേഴ്സ് 5 വർഷത്തിന് മുമ്പേ എന്റെ പ്രായം 25, എന്റെ വൈഫിന്റെ പ്രായം 20. ഒന്നും കൂടെ, ഇപ്പോൾ ഉള്ള എന്റെ പ്രായം 30, ഇപ്പോൾ ഉള്ള എന്റെ വൈഫിന്റെ പ്രായം 25. നമ്മൾ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എത്ര വയസ്സാണ്? 5 വയസ്സല്ലേ? ഓക്കെ ആണോ? ഒന്നും കൂടെ, ഇപ്പോഴുള്ള പ്രായം 30 വയസ്സ്, ഇപ്പോൾ ഉള്ള എന്റെ വൈഫിന്റെ പ്രായം 25 വയസ്സ്. നമ്മൾ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം 5 വയസ്സ് ആണേ. 5 വർഷത്തിന് മുമ്പുള്ള എന്റെ പ്രായം, 5 വർഷത്തിന് മുമ്പുള്ള എന്റെ വൈഫിന്റെ പ്രായം, വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. ഓക്കെ അല്ലേ? ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ളത്, ആഫ്റ്റർ 10 ഇയേഴ്സ് എന്റെ പ്രായം, ഇപ്പോഴുള്ള എന്റെ പ്രായം 30 ആണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ 40. ഇപ്പോൾ ഉള്ള എന്റെ വൈഫിന്റെ പ്രായം 25 ആണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ 35. പറ, അപ്പോഴും നമ്മൾ തമ്മിലുള്ള പ്രായങ്ങളുടെ വ്യത്യാസം എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അപ്പോ രണ്ടുപേരുടെ പ്രായങ്ങൾ എടുക്കുമ്പോ അവരുടെ ഏജ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എത്രയാണോ അത് തന്നെ എത്ര വർഷമായിരുന്നു, ഇനി എത്ര വർഷം കഴിഞ്ഞാൽ, എത്ര വർഷത്തിന് മുന്നേ ആയിരുന്നാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ,
രണ്ട് വ്യക്തികളുടെ വയസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും ഒരു 5 വർഷത്തിന് മുമ്പേ പറഞ്ഞാലും 10 വർഷത്തിന് മുമ്പേ പറഞ്ഞാലും 15 വർഷത്തിന് ശേഷം 100 വർഷത്തിന് ശേഷം ആയിരുന്നാലും അവര് തമ്മിലുള്ള വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം, വയസ്സുകളുടെ ഗ്യാപ്പ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. വെറുതെ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളൂ. ഇനി നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ഈ ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര വർഷം നിങ്ങളെയും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു 25 വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്ര വർഷം പോയാലും നിങ്ങളെ തമ്മിലുള്ള പ്രായ വ്യത്യാസം അത്ര തന്നെയായിരിക്കും, 25 വയസ്സ് തന്നെയായിരിക്കും. ഓക്കെയാണ്. അപ്പോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എപ്പോഴും എന്താണ്? സെയിം ആണ്, എപ്പോഴും സെയിം ആയിരിക്കും. ആ ഒരു കാര്യം തലയിൽ കയറിയ നല്ല വൃത്തിക്ക് മനസ്സിലാക്കണേ. അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം, വയസ്സുകളുടെ വ്യത്യാസം കോൺസ്റ്റന്റ്, സെയിം. എത്ര വർഷത്തിന് മുന്നേ ആയിരുന്നാലും എത്ര വർഷത്തിന് ശേഷമായിരുന്നാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം സെയിം. തലയിൽ കയറിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം നന്നായിട്ടൊന്ന് വായിക്കാം. ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 5 മടങ്ങാണ്. ഇന്ന് പ്രസന്റ് കണ്ടീഷൻ ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 5 മടങ്ങാണ്. എന്നാൽ 5 കൊല്ലം മുമ്പ് എക്ക് ബിയേക്കാൾ 48 വയസ്സ് കൂടുതലായിരുന്നു എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ശരി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 5 മടങ്ങ്. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 5 മടങ്ങ്. ബി ഒന്നാണെങ്കിൽ എ എത്രയായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:1. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ തൊട്ട് മുന്നുള്ള 2-3 ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഇനിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഇതേപോലെ റേഷ്യോ ആക്കാൻ നമുക്കറിയാം. അപ്പൊ ഒന്നും കൂടെ, ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 5 മടങ്ങാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയും, എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:1 ആണ്. 5:1. അടുത്ത് പറയുന്ന കാര്യം, നമ്മൾ തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, അതുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ 5 കൊല്ലം മുൻപ് എക്ക് ബിയേക്കാൾ 48 വയസ്സ് കൂടുതലായിരുന്നു. ഒന്നും കൂടെ, 5 കൊല്ലം മുമ്പ് എക്ക് ബിയേക്കാൾ 48 വയസ്സ് കൂടുതലായിരുന്നു. 48 വയസ്സ് കൂടുതലായിരുന്നു. ഈ 48 വയസ്സ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് 48. തൊട്ടു മുന്നേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എന്റെയും എന്റെ വൈഫിന്റെയും ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം 5 എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എന്താണ്, എന്റെ പ്രായം 30 എന്നും വൈഫിന്റെ ഞാൻ 25 എന്നും പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? വൈഫിനെക്കാട്ടിലും എനിക്ക് 5 വയസ്സ് കൂടുതലാണ്, വൈഫിനെക്കാട്ടിലും എനിക്ക് 5 വയസ്സ് കൂടുതലാണ്. ഇനി തിരിച്ചും പറയാം, എന്നെക്കാട്ടിൽ 5 വയസ്സ് കുറവാണ് വൈഫിന്, എന്നെക്കാട്ടിൽ 5 വയസ്സ് കുറവാണ് വൈഫിന് എന്ന് പറഞ്ഞാൽ, എനിക്ക് വൈഫിനെക്കാട്ടിൽ 5 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാലും വൈഫിന് എന്നെക്കാട്ടിൽ 5 വയസ്സ് കുറവെന്ന് പറഞ്ഞാലും നമ്മളുടെ വയസ്സുകളുടെ വ്യത്യാസമാണ് എന്ത്? 5 എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞാലും മറ്റൊരാളിന് ഇത്ര വയസ്സ് കുറവെന്ന് പറഞ്ഞാലും അവര് തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് 5 കൊല്ലം മുൻപേ എക്ക് ബിയേക്കാൾ 48 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. 5 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 48. 5 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 48. ഉദ്ദേശിക്കുന്നത് എന്താണ്? 5 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ 48 ആണെങ്കിൽ ഇപ്പോഴും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 40. അല്ലേ? അങ്ങനെയല്ലേ തൊട്ട് മുന്നേ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. എത്ര വർഷം കഴിഞ്ഞാലും എത്ര വർഷം മുന്നോട്ട് പോയാലും രണ്ടുപേരും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എപ്പോഴും എന്താണ്? സെയിം ആണ്. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഉറപ്പിക്കണം, എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 48 ആണ്. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 48. അത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും എന്നായിരുന്നാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 48 ആണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 48 എന്ന് പറഞ്ഞു. അപ്പോ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 48 ആണ്. അവിടെ നിന്ന് നോട്ടെ. ഇനി ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 5:1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എയുടെ പ്രായത്തിനെ 5x എന്നും ബിയുടെ പ്രായത്തിനെ 1x എന്നും പറഞ്ഞെടുക്കാം.
അപ്പൊ ഒന്നും കൂടെ എയുടെ പ്രായത്തിന് ഞാൻ 5x എന്നും ബിയുടെ പ്രായത്തിന് ഞാൻ എന്തെന്നും പറഞ്ഞെടുത്തു 1x എന്നും പറഞ്ഞെടുത്തു. 5x 1x അങ്ങനെ എടുക്കാം. ഓക്കെ അല്ലേ? നമുക്കറിയാം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 48 അല്ലേ? ഇനി പറ 5x ഉം 1x ഉം തമ്മിലുള്ള വ്യത്യാസം, 5x ഉം 1x ഉം തമ്മിലുള്ള വ്യത്യാസം അല്ലെ? അവരുടെ വയസ്സുകൾ നമ്മൾ 5x എന്നും 1x എന്നും പറഞ്ഞല്ലേ എടുത്തേ? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? 48 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ എയുടെ പ്രായത്തിന് ഞാൻ 5x എന്ന് പറഞ്ഞെടുത്തു, ബിയുടെ പ്രായത്തിന് ഞാൻ 1x എന്ന് പറഞ്ഞെടുത്തു. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ആണ് 48 നമ്മൾ ഉറപ്പിച്ചു. അതായത് 5x ഉം 1x ഉം തമ്മിലുള്ള വ്യത്യാസം 5x മൈനസ് 1x അതെത്രയാണ്? 48. 5x 1x കുറയ്ക്കുമ്പോൾ നമുക്ക് പറയാം 4x ഈക്വൽ ടു 48. 4x ഈക്വൽ ടു 48. x ഈക്വൽ ടു ഈ 4 താഴെ വരികയെ 48 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 4 4 ഒരു പ്രാവശ്യം, ഇവിടെ 4 ഒരു പ്രാവശ്യം, 8 2 പ്രാവശ്യം നമുക്ക് കിട്ടി. x എന്ന് പറഞ്ഞാൽ എത്രാന്ന് കിട്ടി? 12 എന്ന് പറഞ്ഞിട്ട്. x എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞിട്ട്. x ആണ് 12. ശരി, നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? എയുടെ പ്രായം 5x എന്നല്ലേ? അപ്പോ നമുക്ക് പറയാം എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അത് 5x ആണ്. അതായത് 5 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ 12 കിട്ടി. എയുടെ പ്രായം 60. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രായം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് 1x ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1x 1 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. 1 ഇൻറ്റു 12 കിട്ടി 12. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ചു എയുടെ പ്രായം 60 എന്നും ബിയുടെ പ്രായം 12 എന്നും പറഞ്ഞു ഉറപ്പിച്ചു. ഓക്കെ അല്ലേ? അപ്പോ ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആദ്യത്തെ സെന്റൻസ് നമുക്ക് കുഴപ്പമില്ല. എയുടെയും ബിയുടെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശം എന്താ 5:1 നമുക്ക് എഴുതാൻ പറ്റും. അതായത് എയുടെ പ്രായത്തിന് 5x എന്നും ബിയുടെ പ്രായത്തിന് 1x എന്നും നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, 5 കൊല്ലം മുമ്പേ എത്രയെങ്കിലും കൊല്ലം ആവട്ടെ അവരുടെ അല്ലെ എക്ക് ബിയെക്കാളും 48 വയസ്സ് കൂടുതൽ, അല്ലെങ്കിൽ 48 ബിക്ക് എക്കാളും 48 വയസ്സ് കുറവെന്ന് പറഞ്ഞാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അന്നായിരുന്നാലും ഇന്നായിരുന്നാലും എന്നായിരുന്നാലും എത്ര തന്നെയാണ്? 48 തന്നെയാണ്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 48. അപ്പോ എയുടെ പ്രായം 5x എന്നും ബിയുടെ പ്രായം 1x എന്നും പറഞ്ഞെടുക്കുകയാണെങ്കിൽ 5x ഉം 1x ഉം തമ്മിലുള്ള വ്യത്യാസം അത് 4x. ആ വ്യത്യാസം തന്നിട്ടുണ്ട് 48. അതിൽ നിന്ന് നമ്മൾ വെട്ടിപ്പറക്കിയെടുത്തു. x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. എയുടെ പ്രായം നമ്മൾ 5x എന്ന് പറഞ്ഞല്ലേ എഴുതിയിരിക്കണേ. അപ്പൊ എയുടെ പ്രായം 5x, 5 ഇൻറ്റു x 12 കിട്ടി. എയുടെ പ്രായമാണുള്ളൂ. ബിയുടെ പ്രായം നമ്മൾ 1x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 ഇൻറ്റു x, 1 ഇൻറ്റു x ആയ 12 കിട്ടി 12. എയുടെ പ്രായം 60, ബിയുടെ പ്രായം 12. ഓക്കെ അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് സ്ട്രോങ് ആയിരിക്കണം, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇന്ന് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 2:5 ആണ്. എന്നാൽ 3 കൊല്ലം മുൻപ് ബിക്ക് എയേക്കാൾ 18 വയസ്സ് കൂടുതലായിരുന്നു എങ്കിൽ അവരുടെ വയസ്സുകൾ എത്രയാണ്? എത്ര വീതമാണ്? അപ്പൊ ഒന്നും കൂടെ, ഇന്ന് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 2:5 ആണ്. എന്നാൽ 3 വർഷം മുമ്പ് ബിക്ക് എയേക്കാൾ 18 വയസ്സ് കൂടുതലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ വയസ്സുകൾ എത്രയാണ്? സിമ്പിൾ ആയിട്ട് എഴുതി വരാം. അപ്പൊ എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. അത് 2:5 ആണ്. 2:5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എയുടെ പ്രായത്തിന് 2x എന്നും ബിയുടെ പ്രായത്തിന് 5x എന്നും പറഞ്ഞെടുക്കുക. അപ്പൊ ഒന്നും കൂടെ, വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 2:5 ആണ്. എയുടെ പ്രായത്തിന് 2x എന്നും ബിയുടെ പ്രായത്തിന് 5x എന്നും പറഞ്ഞെടുക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ 3 വർഷം മുമ്പ് ബിക്ക് എയിനേക്കാൾ 18 വയസ്സ് കൂടുതലായിരുന്നു. 3 വർഷം മുമ്പ് ബിക്ക് എയിനെക്കാട്ടിലും 18 വയസ്സ് കൂടുതലായിരുന്നു. 18 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാലും എക്ക് 18 വയസ്സ് കുറവെന്ന് പറഞ്ഞാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് 18 എന്ന് പറയുന്നത്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് 18. വ്യത്യാസം 18 എന്ന് പറയാം. അപ്പോ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അത് 18 ആണ്. വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, ശരി. ഇനിയിപ്പോ 2x-ഉം 5x-ഉം തമ്മിലുള്ള വ്യത്യാസം, 5x-ഉം 2x-ഉം തമ്മിലുള്ള വ്യത്യാസം, 5x-ഉം 2x-ഉം തമ്മിലുള്ള വ്യത്യാസം അത് 3x ആണ്. ആ വ്യത്യാസം തന്നിട്ടുണ്ടല്ലോ, അതെത്രയാണ്? 18 ആണ്. അപ്പൊ ഒന്നും കൂടെ, എയുടെ പ്രായത്തിന് നമ്മൾ 2x എന്നും ബിയുടെ പ്രായത്തിന് 5x എന്നും പറഞ്ഞാ എടുത്തേ.
അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2x-ഉം 5x-ഉം തമ്മിലുള്ള വ്യത്യാസം അത് എത്ര തന്നെയാണ് 3x ആണ്. ആ 3x തന്നിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇതിന്ന് പറ x എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? x എന്ന് പറഞ്ഞാൽ 18 ഈ 3 താഴെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് പറയാം x എന്ന് പറഞ്ഞാൽ കിട്ടി 6. x എന്ന് പറഞ്ഞാൽ 6 കിട്ടി. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കണേ? എങ്കിൽ അവരുടെ വയസ്സുകൾ എത്ര വീതവും അല്ലേ കണ്ടുപിടിക്കണം. അവരുടെ വയസ്സുകൾ എത്ര വീതവും കണ്ടുപിടിക്കേണ്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 2x എന്നാണ്. അതായത് എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 2x. ചുരുക്കി പറഞ്ഞാൽ 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ 6. 2 ഇൻറ്റു 6 കിട്ടി. എയുടെ പ്രായം 12 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് പറഞ്ഞൂടെ ബിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രാന്ന് എഴുതി വെച്ചിട്ടുണ്ട്? ബിയുടെ പ്രായം 5x എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ബിയുടെ പ്രായം 5x അല്ലേ? 5 ഇൻറ്റു x ആയ 6. 5 ഇൻറ്റു 6 കിട്ടി 30. ചുരുക്കി പറഞ്ഞാൽ ബിയുടെ പ്രായം 30 എന്നും എയുടെ പ്രായം നമുക്ക് എത്രാന്ന് കിട്ടി? 12 എന്നും പറയും. എയുടെ പ്രായം 12 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെയെല്ലാം ഈ ഒരു കാര്യം വില്ലനാണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഇവിടെ ഇത്ര 3 വർഷത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ഇനി ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. സിമ്പിളായിട്ട് നമ്മൾ ധൈര്യപൂർവ്വം നേരിടണം. എന്താ സംഭവം? ഈ പറയുന്ന അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഉദ്ദേശിക്കണം. ഒരാൾക്ക് ഇത്ര കൂടുതൽ എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരാളിന് ഇത്ര കുറവെന്ന് പറയാം. അതെന്തെന്ന് ആദ്യം മനസ്സിൽ കൊണ്ടുവരണം. അത് ഒരാൾക്ക് ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത്ര വയസ്സ് കുറവെന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസമാണ്. ഈ പറയുന്ന വ്യത്യാസം എത്ര വർഷം കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എത്ര വർഷം കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ന് ഉണ്ണിയുടെ വയസ്സ് ബാലുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. എന്നാൽ 11 കൊല്ലം കഴിയുമ്പോൾ ബാലുവിന് 14 വയസ്സ് കുറവായിരിക്കും. എങ്കിൽ അവരുടെ വയസ്സുകൾ എത്ര വീതം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര വീതം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ഉണ്ണിയുടെ വയസ്സ് ബാലുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ശരി, ഉണ്ണിയുണ്ട് ബാലുവുണ്ട്. ഇന്ന് ഉണ്ണിയുടെ വയസ്സ് ബാലുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. അതായത് ബാലു 1 ആണെങ്കിൽ ഉണ്ണി 3 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1 എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ, ഇന്ന് ഉണ്ണിയുടെ വയസ്സ് ബാലുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. അപ്പൊ ബാലു 1 ആണെങ്കിൽ ഉണ്ണിയുടെ പ്രായം നമുക്ക് എത്ര എന്ന് പറയാം? 3 എന്ന് പറയാം. വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ 11 കൊല്ലം കഴിയുമ്പോൾ ആഫ്റ്റർ 11 ഇയേഴ്സ് എന്താ സംഭവിക്കുന്നത്? ബാലുവിന് 14 വയസ്സ് കുറവായിരിക്കും. ബാലുവിന് 14 വയസ്സ് കുറവായിരിക്കും എന്നാ പറയുന്നത്. ഒരു 11 വർഷം കഴിയുമ്പോൾ ബാലുവിന് 14 വയസ്സ് കുറവായിരിക്കും. ബാലുവിന് 14 വയസ്സ് കുറവായിരിക്കും. ബാലുവിന് 14 വയസ്സ് കുറവ്, അല്ലെങ്കിൽ ഉണ്ണിക്ക് ബാലുവിനെക്കാട്ടിലും 14 വയസ്സ് കൂടുതലായിരിക്കും. ഉണ്ണിക്ക് ബാലുവിനെക്കാട്ടിലും 14 വയസ്സ് കൂടുതലായിരിക്കും. എന്ത് പറഞ്ഞാലും, കുറവെന്ന് പറഞ്ഞാലും കൂടുതൽ എന്ന് പറഞ്ഞാലും സംഭവം എന്താണ്? അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 14ആണ്. അവരുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 14ആണ്. അപ്പൊ നമുക്ക് പറയാം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അത് 14ആണ്. വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 14ആണ്. ഇനി നമ്മൾ ഇങ്ങനെ പറയും, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:1 ആണെങ്കിൽ ഉണ്ണിയുടെ പ്രായത്തിനെ 3x എന്നും ബാലുവിന്റെ പ്രായത്തിനെ 1x എന്നും പറയാം. അപ്പൊ ഒന്നും കൂടെ, 3:1 എന്നാണ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം. ഉണ്ണിയുടെ പ്രായത്തിനെ ഞാൻ 3x എന്നും ബാലുവിന്റെ പ്രായത്തിനെ ഞാൻ 1x എന്നും പറയുന്നു. ഇനി പറ, ഇവരുടെ വയസ്സുകളായ 3x-ഉം 1x-ഉം തമ്മിലുള്ള വ്യത്യാസം, 3x-ഉം 1x-ഉം തമ്മിലുള്ള വ്യത്യാസം അത് എത്രയാണ്? 2x ആണ്. ആ 2x എന്ന് പറഞ്ഞാൽ വ്യത്യാസം തന്നിട്ടുണ്ട്. എത്രയാണ്? 14ആണ്. x എന്ന് പറഞ്ഞാൽ താഴെ കൊണ്ടുവരാം അല്ലെ, 14/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 7 എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ആൻസർ. നമ്മൾ കണ്ടുപിടിച്ചെന്താണ്? x ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പറ, ഉണ്ണിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 3x എന്നല്ലേ. അപ്പൊ ഉണ്ണിയുടെ പ്രായം 3x എന്നാണ്. അതായത് 3x7 ചെയ്യുമ്പോൾ കിട്ടി ഉണ്ണിയുടെ പ്രായം 21 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമുക്ക് ബാലുവിന്റെ പ്രായം പറയാം. ബാലുവിന്റെ പ്രായം എഴുതി വെച്ചിട്ടുണ്ട്, അത് 1x എന്നാണ്. 1x ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 7 എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉണ്ണിയുടെ പ്രായം 21, ബാലുവിന്റെ പ്രായം 7. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട്. അപ്പോ തൊട്ട് മുന്നേയുള്ള ചോദ്യമാണെങ്കിൽ ഒരാൾക്ക് ഇത്ര വയസ്സ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേറൊരാളിന് എന്താണ്? കുറവെന്ന്. ഒരാൾക്ക് ഇയാളെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാലും ഒരാൾ വേറൊരാളെക്കാളും കുറവെന്ന് പറഞ്ഞാലും
കവി ഉദ്ദേശിക്കുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്? അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. കൂടുതൽ എന്ന് പറഞ്ഞാലും കുറവെന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? സ്ട്രോങ് അല്ലേ? സ്ട്രോങ് അല്ലേ? സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രണ്ടുപേരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ ആയിരുന്നാലും കുറച്ച് മുന്നേ ആയിരുന്നാലും എത്ര വർഷം കഴിഞ്ഞാലും അവര് തമ്മിലുള്ള വ്യത്യാസം മാറില്ല. അവരുടെ വ്യത്യാസം തമ്മിലുള്ള അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു കാരണവശാലും മാറുന്നില്ല. ഓക്കെ അല്ലേ? നല്ല വൃത്തിക്ക് തലയിൽ കയറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 9 കൊല്ലം മുമ്പ് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:8 ആയിരുന്നു. എന്നാൽ ഇന്ന് എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതൽ എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഒന്നും കൂടെ. 9 കൊല്ലം മുമ്പ് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:8. അപ്പോ എ ഉണ്ട്, ബി ഉണ്ട്, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:8 എന്നാണ്. ഇത് എപ്പോഴാണ്? ബിഫോർ 9 ഇയേഴ്സ് അല്ലെ? 9 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:8 ആണ്. അപ്പൊ ഒന്നും കൂടെ, 9 കൊല്ലം മുമ്പേ ഉള്ള അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര എന്ന് പറയാം? 3:8 എന്ന് പറയാം. ആണേ. ഇനി അടുത്ത് എന്താ പറയണ്ടേ? എയുടെ 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായം 3x എന്നും ബിയുടെ 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായം 8x എന്നും പറയാം. അപ്പൊ ഒന്നും കൂടെ, എയുടെ 9 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായത്തിന് ഞാൻ 3x എന്നും ബിയുടെ 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായത്തിന് എന്തെന്നും പറഞ്ഞെടുത്തു? 8x എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ഇന്ന് എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതലെങ്കിൽ, അപ്പോ ഇന്ന് എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതൽ, ഇന്ന് എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതൽ. എന്താ ഉദ്ദേശിക്കണേ? അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 30 ആണ്. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30. അത് ഇന്നായാലും 10 കൊല്ലം മുമ്പേ ആയാലും 10 കൊല്ലത്തിന് ശേഷമായാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 30 തന്നെയാണ്. ഒന്നും കൂടെ. അപ്പൊ ഇന്ന് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടില്ല. എക്ക് ബിയേക്കാളും 30 വയസ്സ് അല്ലെ, എക്ക് ബിയേക്കാളും 30 വയസ്സ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എക്ക് ബിയേക്കാളും 30 വയസ്സ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്ന് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. അത് ഇന്ന്. ഇനി നാളെ, അടുത്ത വർഷം ആവട്ടെ, 5 വർഷം കഴിഞ്ഞാവട്ടെ, 5 വർഷത്തിന് മുമ്പേ ആവട്ടെ, 10 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് മുമ്പേ, 25 വർഷത്തിന് ശേഷം, എപ്പോഴായിരുന്നാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? ഈ പറഞ്ഞിരിക്കണം 30 തന്നെയാണ്. ഒന്നുകൂടെ, വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30. അപ്പൊ ഞാനിവിടെ പറയും വ്യത്യാസം അതെത്രയാണ്? അത് 30. അപ്പോ 9 കൊല്ലം മുമ്പേയുള്ള പ്രായം എയുടെ പ്രായം 3x, 9 കൊല്ലം മുമ്പേയുള്ള ബിയുടെ പ്രായം 8x. അപ്പൊ അവരുടെ 9 കൊല്ലം മുമ്പേയും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അപ്പൊ ഒന്നും കൂടെ, 9 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 30 തന്നെയാണ്. 3xും 8xും തമ്മിലുള്ള വ്യത്യാസം, 3xും 8xും തമ്മിലുള്ള വ്യത്യാസം അത് 5x എന്ന് പറഞ്ഞിട്ട് ആ വ്യത്യാസം തന്നിട്ടുണ്ട്. അത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 30/5 ചെയ്തപ്പോ കിട്ടി x എന്ന് പറഞ്ഞാൽ എത്രാന്ന് കിട്ടി? 6 എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ലല്ലോ. ശരി. അപ്പോ ഈ എഴുതി വെച്ചിരിക്കുന്ന 3x എന്ന് പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെ പ്രായം, ഈ എഴുതി വെച്ചിരിക്കുന്ന 8x എന്ന് പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം. അപ്പൊ ഒന്നും കൂടെ, ഈ എഴുതി വെച്ചിരിക്കുന്ന 3x എന്ന് പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള, ബിഫോർ 9 ഇയേഴ്സ്, 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെ പ്രായം. ഈ എഴുതി വെച്ചിരിക്കുന്ന 8x എന്ന് പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം ആണേ. അങ്ങനെയാണെങ്കിൽ 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 3x അല്ലെ? അതായത് 3 × x ആയ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 18. ഓക്കെ അല്ലേ? ഇത് 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായം, 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായം. അതേപോലെ 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അത് എത്രാന്ന് എഴുതി വെച്ചിട്ടുണ്ട്? 8x എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 8 × x ആയ 6 ഇട്ട് കൊടുക്കുമ്പോൾ, 8 × 6 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടി 48.
ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെ പ്രായം 18, 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം 48. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രാന്നല്ലേ? ഇപ്പോഴത്തെ വയസ്സ് എത്രാന്നല്ലേ? 9 കൊല്ലം മുമ്പേ 18, 9 കൊല്ലം മുമ്പേ 18 എങ്കിൽ ഇപ്പൊ 9 കൊല്ലം മുമ്പേ 18 എങ്കിൽ ഇപ്പൊ ഒരു 9ഉം കൂടെ ചേർത്ത് പറയും, 18 9ഉം കൂടെ ചേർത്ത് ഇപ്പൊ ഉള്ള എയുടെ പ്രായം 27, 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം 48 ആണെങ്കിൽ ആ 48ഉം ഒരു 9ഉം അല്ലെ? ഇപ്പോൾ ഉള്ള 9 കൊല്ലം മുമ്പ് 48. അപ്പൊ ഇപ്പോൾ ഉള്ള പ്രായങ്ങൾ എന്ത് ചെയ്യണം? ഒരു 9ഉം കൂടെ ചേർന്ന് അങ്ങ് പറയും. 48ഉം 9ഉം കൂടെ ചേരുമ്പോൾ 48 58 അല്ല 57 എന്ന് പറയും. ചുരുക്കി പറയാൻ നമ്മൾ ഇങ്ങനെ പറയും, എയുടെ ഇപ്പോഴത്തെ വയസ്സ് 27 എന്നും ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നും പറയാം, 57 എന്നും പറയും. ഒന്നും കൂടെ ഒന്ന് നൈസായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഒന്നും കൂടെ നൈസായിട്ടൊന്ന് പറഞ്ഞു തരാം. സംഭവത്തിലേ ഉള്ളൂ, 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. അത് 3:8. 9 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകളുടെ അംശബന്ധം 3:8. ചുരുക്കി പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള എയുടെ പ്രായത്തിന് 3x എന്നും പറഞ്ഞെടുക്കാം, 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായത്തിന് 8x എന്നും പറഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? 9 കൊല്ലം മുമ്പേ ഉള്ളതാണ്, 9 കൊല്ലം മുമ്പേ. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതലെങ്കിൽ, എന്നാൽ ഇന്ന് എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതൽ, എക്ക് ബിയേക്കാൾ 30 വയസ്സ് കൂടുതൽ ഉറപ്പിച്ച് പറയും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30 ആണ്. അത് ഇന്നെന്ന് പറഞ്ഞാലും 10 വർഷത്തിന് മുമ്പേ ആയിരുന്നാലും 10 വർഷത്തിന് ശേഷമാണെങ്കിലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 30. ചുരുക്കി പറഞ്ഞാൽ 9 കൊല്ലം മുമ്പേ ഉള്ള അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെ ആയിരിക്കും? 30 തന്നെ ആയിരിക്കും. അതായത് 3x 8x തമ്മിലുള്ള വ്യത്യാസം 5x, അത് 30 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 6 എന്ന് പറയാൻ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇത് രണ്ടും വെച്ചുകൊണ്ട് 9 കൊല്ലം മുമ്പേ ഉള്ള അവരുടെ പ്രായം പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ബിഫോർ 9 years, 9 കൊല്ലം മുമ്പേ എന്താ സംഭവം? എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 3x ആണല്ലേ? എയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 3x അല്ലേ? 9 കൊല്ലം മുമ്പേ 3x ആണെങ്കിൽ 9 കൊല്ലം മുമ്പേ 18. അപ്പൊ എയുടെ പ്രായം 9 കൊല്ലം മുമ്പേ ഉള്ള പ്രായം 18. അപ്പൊ ഇപ്പോൾ ഉള്ള പ്രായം 9 കൊല്ലം മുമ്പേ 18 ആണ്. ഇപ്പോൾ ഉള്ള പ്രായം അത് 9ഉം കൂടെ ചേർത്ത് 27 എന്ന് പറയും. ഇനി 9 കൊല്ലം മുമ്പേ ഉള്ള ബിയുടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് 8x ആണ് അല്ലെ? 8x അല്ലേ? അങ്ങനെയാണെങ്കിൽ 8x എന്ന് പറയുന്നത് 48. 9 കൊല്ലം മുമ്പേ 48, ഇപ്പോൾ ഉള്ള പ്രായം ഒരു 9ഉം കൂടെ ചേർത്തങ്ങ് പറയും 57. സൂപ്പർ ക്വസ്റ്റ്യൻ ആയി. അപ്പോ ഇതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇവർ പറയുന്ന വ്യത്യാസം ഒരാൾക്ക് കൂടെ അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, ഞാൻ വീണ്ടും എടുത്ത് പറയണില്ല. ആ കാര്യങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. 10 കൊല്ലം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പോ സംഭവം സെയിം തന്നെയാണ്, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെയാണ്, സെയിം ടൈപ്പ് തന്നെയാണ്. ചോദ്യങ്ങളുടെ ഒരു കൺസ്ട്രക്ഷനിൽ ചെറിയൊരു വ്യത്യാസമാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാളും 32 വയസ്സ് കൂടുതലാണ്. അവിടെ നിന്ന് നമ്മൾ ഉറപ്പിച്ചു അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 32 ആണ്. ഓക്കെ അല്ലേ? അപ്പോ അച്ഛനും മകനേക്കാളും 32 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 32 ആണ്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 10 കൊല്ലം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫാദറും സണ്ണും ഉണ്ടെങ്കിൽ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ്. അതായത് 10 വർഷം മുമ്പേ, ബിഫോർ 10 ഇയേഴ്സ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു 10 വർഷത്തിന് മുമ്പേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:1 ആണ്. 3:1. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതെത്രയാണ്? 32 ആണ്. ഇനി ഒന്നും കൂടെ പറയാം, ഈ പറയുന്ന വ്യത്യാസം എപ്പോഴായിരുന്നാലും, 10 വർഷത്തിന് മുമ്പേ ആയിരുന്നാലും ഇപ്പോഴായിരുന്നാലും ഒരു 10 വർഷത്തിന് ശേഷമായിരുന്നാലും വ്യത്യാസം ഒന്നും തന്നെയാണ്, സെയിം തന്നെയല്ലേ? അതേപോലെ 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ വയസ്സിനെ 3x എന്നും 10 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ വയസ്സിന് എന്തെന്നും പറഞ്ഞെടുക്കാം? 1x എന്നും പറഞ്ഞെടുക്കാം. ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 3xും 1xും തമ്മിലുള്ള വ്യത്യാസം അതെത്രയാണ്? അത് 2x ആണ്. ഈ 2x തന്നിട്ടുണ്ട്, അതെത്ര? 32. എക്സിൽ നിന്ന് നമ്മൾ പറയും 32/2,
ബൈ 2 ചെയ്യുമ്പോൾ എത്രാന്ന് കിട്ടും? 16 എന്ന് പറയും. എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 16. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഇങ്ങനെ പറയാം, 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം അത് 3:1 ആണ്. അപ്പോ അച്ഛന്റെ 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായത്തിന് 3x എന്നും 10 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായത്തിന് 1x എന്നും പറഞ്ഞെടുക്കാം. ഇനി ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനെക്കാട്ടിലും 32 വയസ്സ് കൂടുതൽ. അതിന് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോഴായിരുന്നാലും 10 വർഷത്തിന് മുമ്പേ ആയിരുന്നാലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 32. അപ്പോ 10 വർഷത്തിന് മുമ്പേയുള്ള അവരുടെ വയസ്സുകളുടെ തമ്മിലുള്ള വ്യത്യാസം 32 എന്ന് പറഞ്ഞെടുത്തു. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എക്സ് കണ്ടുപിടിച്ചു. കിട്ടി 16. കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ ചോദ്യം എന്താണ് എങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര എന്നല്ലേ? 10 വർഷത്തിന് മുമ്പേയുള്ള അച്ഛന്റെ പ്രായം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് 3x ആണ്. അപ്പോ 3x എന്ന് പറഞ്ഞാൽ 3x16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 48. നോക്കിയ ഓപ്ഷൻ ബി കാർപ്പിച്ചു വയ്ക്കരുത്. ഇതെല്ലാം നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ. ഇതെന്താ കിട്ടിയത്? ഈ 3x എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായമാണ് അല്ലെ? 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞെടുത്തത്? 3x എന്ന് പറഞ്ഞെടുത്തത്. അപ്പൊ ഒന്നും കൂടെ 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായമാണ് എന്ത്? 3x. അതായത് 3x എന്ന് പറഞ്ഞാൽ 3x16 ചെയ്യുമ്പോൾ 48. ഇതെന്താണ്? 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായമാണ് 48. 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം 48. നമ്മുടെ ചോദ്യം ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നല്ലേ? 10 വർഷത്തിന് മുമ്പേ 48 ആണെങ്കിൽ 10 വർഷത്തിന് മുമ്പേ 48 ആണെങ്കിൽ ഇപ്പൊ അച്ഛന്റെ പ്രായം ഒരു 10 കൂടെ കൂടൂലേ? അച്ഛന്റെ പ്രായം കിട്ടി. എത്രാന്ന് പറഞ്ഞു കിട്ടി? ഓപ്ഷൻ സി 58 എന്ന് പറഞ്ഞിട്ട് 58 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോ ഒരു നല്ല 2 ടൈപ്പുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 2 പേരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം തരും, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള തുക തരും, ഓരോരുത്തരുടെയും വയസ്സ് അല്ലെ? അച്ഛനും മകനാണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര, മകന്റെ വയസ്സ് എത്ര, അങ്ങനെ വരുന്ന ചോദ്യങ്ങളായിരുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കൺസെപ്റ്റ് കുറച്ചൊന്ന് ആലോചിച്ച് എഴുതേണ്ട ഒരു ചോദ്യമാണ് അല്ലെ? 2 പേര് തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എത്ര വർഷം മുന്നേ ആയിരുന്നാലും എത്ര വർഷം കഴിഞ്ഞാലും എപ്പോഴും 2 പേര് തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അത് വെച്ചുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ അവസാനം കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോ നല്ലൊരു ടൈപ്പാണ്. ഏജുമായിട്ട് ബന്ധപ്പെട്ടതിൽ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്തത്. ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണും. അതിൽ നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷനിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യും. ഓപ്ഷനിൽ നിന്നുകൊണ്ട് തിരിച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് മാറി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതായിരിക്കും നമ്മൾ ഏജിന്റെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ 4ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോ കുറെ നല്ല ചോദ്യങ്ങളും കുറെ നല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് 4ാമത്തെ ഭാഗത്തിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.